മഹാകുംഭമേള എന്തോ വലിയ സംഭവമാണ് എന്നായിരുന്നു പ്രഖ്യാപനം. കുംഭമേളയുടെ പേരിൽ നടത്തിക്കൂട്ടുന്ന കൂട്ടക്കുരുതി കണ്ടിട്ട് ഇത് കൊണ്ടൊന്നും അവസാനിക്കില്ല, ഒടുവിൽ മാറാരോഗം കൂടി പടർന്നു പിടിക്കുമെന്ന് അന്നേ പറഞ്ഞതാണ്. ഇപ്പോൾ കുംഭമേളയുടെ ഭാഗമായി നദിയിൽ കൊണ്ട് തള്ളുന്ന പൂക്കളും പൂജാ സാധനങ്ങളും ഉൾപ്പെടെ കണ്ട മാലിന്യങ്ങളൊക്കെ കൃത്യമായ ഇടവേളകളിൽ നീക്കം ചെയ്യുന്നുണ്ടെന്നായിരുന്നു വാദം. അല്ല, മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നത് ബാക്ടീരിയകളും വൈറസുകളും അറിഞ്ഞോ എന്ന് ചോദിക്കാൻ മറന്നുപോയി. ഇനി മോദിയെ പേടിച്ചിട്ട് അവയൊക്കെ ഇന്ത്യയുടെ അതിർത്തി കടക്കാൻ പേടിക്കുമെന്ന് കരുതിയാലും കുറ്റം പറയാൻ പറ്റില്ല. അത്രയ്ക്കും അപക്വവും യുക്തിക്ക് നിരക്കാത്തതുമായ ചിന്തകളും അതിൽ നിന്ന് ഉരുത്തിരിയുന്ന പ്രവൃത്തികളുമാണ് പലപ്പോഴും BJP ചെയ്തു കൂട്ടുന്നത്. ഇപ്പോൾ മഹാകുംഭമേള നടക്കുന്നതിനിടെ ഗംഗാ നദിയിൽ ഉയർന്ന അളവിൽ ബാക്ടീരിയകളുടെ സാന്നിധ്യം കണ്ടെത്തിയതായി റിപ്പോർട്ടുകളുണ്ട്. കണ്ടെത്തിയത് വെറും മലിനജലത്തിൽ കാണുന്ന ലോക്കൽ ബാക്ടീരിയകളെ ആണെന്ന് വേണമെങ്കിൽ പറഞ്ഞ് പുച്ഛിച്ചു തള്ളും മോദിയും കൂട്ടരും. അങ്ങനെ പറയാൻ വരട്ടെ, മനുഷ്യ വിസർജ്യത്തിലുള്ള കോളിഫോം ബാക്ടീരിയയാണ് കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് കണ്ടെത്തിയത്. പരിശോധന നടത്തിയ നദിയിലെ എല്ലായിടത്തും ബാക്ടീരിയകളുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. ഇതോടെ വിശ്വാസികളെല്ലാവരും തലയിൽ കൈവച്ചിരിക്കുകയാണ്. ചിരിക്കാതെ എന്തു ചെയ്യും? പുണ്യ നദി ഒന്ന് മുങ്ങി നിവർന്നാൽ ചെയ്തു പോയ സകലമാന പാപങ്ങളും തീരും. പിന്നെയും പാപം ചെയ്യാനുള്ള ഭണ്ഡാരം കാലിയാകും. പിന്നെ എന്ത് കൊള്ളരുതായ്മയും ചെയ്യാം എന്നൊക്കെ ആയിരുന്നല്ലോ വിശ്വാസം. പക്ഷെ ഇതൊന്നും ബാക്ടീരിയക്ക് അറിയില്ലല്ലോ. വലിയ ഭക്തിമാർഗം പറഞ്ഞിട്ട് ആരെങ്കിലും പുണ്യനദിയിലൊക്കെ ഇമാതിരി തോന്നിവാസം കാണിച്ചു വെക്കുമോ? ഇതിപ്പോ അംബാനിയും മോദിയും ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൗപദി മുർമു വരെ ഇതിലാണല്ലോ ദൈവത്തിന്റെ പേരും പറഞ്ഞ് മുങ്ങിക്കുളിച്ചത് എന്നാണ്. എനിക്കിത് എന്തിന്റെ കേടായിരുന്നു ദൈവമേ എന്നായി ഇപ്പോൾ അവസ്ഥ. ബാക്കിയുള്ളവരൊക്കെ പിന്നെയും മാറ്റി നിർത്താം. വീടിനുള്ളിൽ സ്വിമ്മിംഗ് പൂളും, ഇനി വേണമെങ്കിൽ എല്ലാ രാജ്യത്തും ഓരോ സ്വിമ്മിംഗ് പൂളും, കുളിക്കാൻ സ്വർണ്ണ പാത്രമോ കപ്പോ ഒക്കെ എത്ര വേണമെങ്കിലും കിട്ടാവുന്ന അംബാനിയോട് ഈ ചതി വേണ്ടിയിരുന്നില്ല. അതേസമയം കുംഭമേളയോടനുബന്ധിച്ച് പാവപ്പെട്ട ലക്ഷക്കണക്കിന് പേരാണ് ഗംഗാ നദിയിൽ പുണ്യസ്നാനം നടത്തിയത്. ഗംഗയിൽ ഉയർന്ന അളവിൽ കോളിഫോം ബാക്ടീരിയ കണ്ടെത്തിയ കാര്യം മലിനീകരണം നിയന്ത്രണ ബോർഡ് ദേശീയ ഹരിത ട്രൈബ്യൂണലിനെ അറിയിച്ചു. ട്രൈബ്യൂണൽ ചെയർപേഴ്സൺ ജസ്റ്റിസ് പ്രകാശ് ശ്രീവാസ്തവ, ജുഡീഷ്യൽ അംഗം ജസ്റ്റിസ് സുധീർ അഗർവാൾ, വിദഗ്ധാംഗമായ സെന്തിൽവേൽ എന്നിവർ ഉൾപ്പെട്ട ബെഞ്ചിന് മുമ്പാകെയാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. ഉത്തർപ്രദേശ് മലിനീകരണ നിയന്ത്രണ ബോർഡിനെ കേസ് പരിഗണിച്ച ഹരിത ട്രൈബ്യൂണൽ ബെഞ്ച് വിമർശിച്ചു. എന്ത് നടപടി എടുത്തു എന്ന് വിശദമാക്കുന്ന സമഗ്രമായ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന ട്രൈബ്യൂണലിന്റെ നേരത്തെയുള്ള നിർദ്ദേശം UP മലിനീകരണ നിയന്ത്രണ ബോർഡ് പാലിച്ചില്ലെന്ന് ബെഞ്ച് കുറ്റപ്പെടുത്തി. ചില ജലപരിശോധനാ റിപ്പോർട്ടുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കവറിംഗ് ലെറ്റർ മാത്രമാണ് ബോർഡ് സമർപ്പിച്ചതെന്നും ബെഞ്ച് വ്യക്തമാക്കി. പണവും അധികാരവും ഉള്ളവന് എന്ത് രോഗവും ചികിത്സിക്കാം, മാറ്റാം. എന്നാൽ അരപ്പട്ടിണിയും മുഴുപട്ടിണിയുമായി കഴിയുന്ന പാവപ്പെട്ട ജനങ്ങൾ എന്തു ചെയ്യണം? അവർക്ക് ഉണ്ടായേക്കാവുന്ന മാറാരോഗങ്ങൾക്ക് ആര് പരിഹാരം കാണും? ഇതിനൊന്നും ഉത്തരമുണ്ടാവില്ല. പാവപ്പെട്ടവന്റെ ദുരിതം തീർക്കാൻ അവനവൻ തന്നെ എല്ലുമുറിയെ പണിയെടുക്കണം. അതിന് ഏത് മാറാവ്യാധി വന്നാലും. ഇല്ലാതെ കോടിക്കണക്കിന് ഭക്തരുടെ പാപം കഴുകിക്കളഞ്ഞ പുണ്യഗംഗയിൽ നിന്ന് ബാക്ടീരിയയെ പോലും ഇല്ലായ്മ ചെയ്യാൻ കഴിയാതിരുന്ന ദൈവത്തെ കൂട്ടുപിടിച്ചിട്ട് കാര്യമില്ല. ഭക്തിയുടെ പേരിൽ അഴുക്കുചാലിൽ കുളിച്ച് പാപം തീർത്ത മേലാളരൊക്കെ പാവപ്പെട്ട ജനങ്ങളുടെ അറിവില്ലായ്മയെ മുതലാക്കി അവരെ കൂടി രോഗികളാക്കിയെങ്കിൽ അതിന്റെ പാപം ഇനി എവിടെ കഴുകിക്കളയുമെന്ന് ഓർത്തു വെച്ചാൽ നല്ലത്.